പാപികളെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. ബൈബിൾ മാത്രമാണോ? അല്ല. മറ്റ് ഇതര ഗ്രന്ഥങ്ങളെല്ലാം പരിശോധിച്ചാൽ മനുഷ്യൻ പാപിയാണെന്ന് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പാപം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിൽ എല്ലാവരിലുമുള്ള ഒരു പ്രതിഭാസമാണ്. പാപം ചെയ്യാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. ബൈബിളിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ. പാപം ചെയ്യാത്ത ആരും ഈ ലോകത്തിലില്ല. പ്രിയമുള്ളവരെ, ആദമിനാൽ സകല മനുഷ്യരും ഈ ലോകത്തിൽ പാപികളായി പിറന്നിരിക്കുകയാണ്. ആദമിൽ മനുഷ്യരെല്ലാവരും പാപികളായി തീർന്നു. അവന്റെ പാരമ്പര്യത്തിലാണ് നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്നത്. ആദാമ്യ കുലത്തിലാണ് നാം പിറന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പാപിയല്ല എന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. ഞങ്ങളൊക്കെ വീടുകളിലും സുവിശേഷം പറയാനായിട്ട് പോകാറുണ്ട്. അപ്പോൾ ചില ആളുകളൊക്കെ ഞങ്ങളോട് പറയാറുണ്ട്, ബ്രദറെ, ഞങ്ങളാരും പാപികളല്ല, ഞങ്ങളാരും പാപം ചെയ്തിട്ടില്ല. അങ്ങനെ പറയുന്ന ധാരാളം ആളുകളുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നവരും ചിലർ പറയുന്നുണ്ടാകും, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഞങ്ങളാരും പാപികളല്ല. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ബൈബിളിൽ തന്നെ അതിനൊരു വാക്യം പറയുന്നുണ്ട്, എന്നിൽ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ അവൻ ദൈവത്തെ അസത്യവാദിയാക്കുന്നു. അപ്പോൾ ദൈവത്തെ അസത്യവാദിയാക്കുന്ന ഒരു കാര്യമാണ് എന്നിൽ പാപമില്ല എന്ന് പറയുന്നത്. എന്നെ തന്നെ വഞ്ചിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പാപം ചെയ്യാത്ത ഒരു മനുഷ്യരും ഈ ലോകത്തിലില്ല. ജന്മന കർമ്മണ സകല മനുഷ്യരും പാപികളായിട്ട് ഈ ലോകത്തിൽ ജനിച്ചിരിക്കുകയാണ്. 51-ാമത്തെ സങ്കീർത്തനത്തിൽ ഇസ്രായേലിന്റെ മധുര ഗായകനായ ദാവീദ് ഇങ്ങനെയാണല്ലോ പാടിയത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എന്താ പറഞ്ഞു വന്നത്? അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂഢമൂലമാകുമ്പോൾ തന്നെ നാം പാപികളായിട്ടാണ് അവിടെ രൂപം പ്രാപിക്കുന്നത്. നാം ഈ പ്രപഞ്ചത്തിലേക്ക്, ലോകത്തിലേക്ക് വരുന്നത് പാപത്തിന്റെ ഭാണ്ഡം പേറിക്കൊണ്ടാണ്. പാപികളായിട്ടാണ് ലോകത്തിൽ വരുന്നത്. മനുഷ്യരെല്ലാവരും പാപികളാണ്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പാപത്തിന് പരിഹാരമുണ്ടാക്കിയ ക്രിസ്തു എന്നുള്ളതാണ്. ഇന്ന് മനുഷ്യരെല്ലാവരും പാപമോചനത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. തീർത്ഥാടനങ്ങളും അതുപോലെ തന്നെ കർമ്മങ്ങളും അതുപോലെ മറ്റ് വഴിപാടുകളും നേർച്ചകളും ഇതെല്ലാം മനുഷ്യൻ ആവോളം ചെയ്യുന്നതിന് പ്രധാന കാരണം അവന്റെ പാപത്തിന് പരിഹാരമുണ്ടാകണം. എത്രയെത്ര സ്ഥലങ്ങളിൽ മനുഷ്യൻ പോകുന്നു, ഏതെല്ലാം ഉയരങ്ങളിലേക്ക് മനുഷ്യൻ കയറുന്നു, ആരുടെയൊക്കെ അടുക്കൽ മനുഷ്യൻ പോകുന്നു, എന്തോരം പണം മനുഷ്യൻ മുടക്കുന്നു, അവന്റെ സമയവും ആരോഗ്യവും അതിനുവേണ്ടി മനുഷ്യൻ മുടക്കുകയാണ്. ശ്രോതാവേ, ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ദീർഘനാളുകളായില്ലേ പാപത്തിനു വേണ്ടി കർമ്മം ചെയ്യാൻ തുടങ്ങിയിട്ട്? ദീർഘനാളായില്ലേ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാത്രകൾ ചെയ്യാൻ തുടങ്ങിയിട്ട്? ദീർഘനാളായില്ലേ പാപമോചനത്തിന് വേണ്ടി അപേക്ഷിക്കാൻ തുടങ്ങിയിട്ട്? ആര് നിങ്ങൾക്ക് പാപമോചനം തന്നിട്ടുണ്ട്? എവിടെ നിങ്ങൾക്ക് പാപപരിഹാരം കിട്ടിയിട്ടുണ്ട്? ഇത്ര വർഷം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പാപമോചനം കിട്ടിയെന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയുമോ? എന്നാൽ ഇന്ന് ഒരു സത്യം ഞങ്ങൾ വിളിച്ചു പറയട്ടെ. 2011 വർഷങ്ങൾക്ക് മുൻപ് ആകാശം ചായ്ച്ച് അവനിയിൽ അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു, സ്നേഹിത, താങ്കളുടെ പാപം ചുമന്നുകൊണ്ടാണ് ക്രൂശിന്മേൽ കയറിയത്. ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ ഇസ്ലാമെന്നോ അതുപോലെ തന്നെ ബുദ്ധനെന്നോ പാർസിനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഒന്നും കൂടെ പറഞ്ഞാൽ, ഇവിടെ ജാതിയോ മതമോ നിറമോ ഭാഷയോ ഒന്നും കർത്താവ് നോക്കാതെ, യേശു ക്രിസ്തു അത് നോക്കാതെ എല്ലാവർക്കും വേണ്ടി മരിച്ചു. അതാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, എല്ലാവർക്കും വേണ്ടി യേശു ഏക പാപപരിഹാരം വരുത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ക്രിസ്തു പാപപരിഹാരം വരുത്തി. ഒരു സത്യം മനസ്സിലാക്കണമേ, ഇവിടെ പാപം ചെയ്യാത്ത മനുഷ്യനില്ല എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഇവിടെ പാപത്തിന്റെ മലിനത ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല. ആദാമിൽ ഭൂമി ശപിക്കപ്പെട്ടു. ആദാം മുഖാന്തരം ദൈവം പറയുന്നു, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പാപത്തെ കഴുകിക്കളയാൻ കഴിയുന്ന ഏത് പുണ്യനദി ലോകത്തിലുണ്ട്? പാപത്തെ പരിഹരിച്ചു തരാൻ കഴിയുന്ന ഏതൊരു പുണ്യപുരുഷൻ ഇവിടെയുണ്ട്? പാപത്തെ ഇറക്കി വെക്കാൻ കഴിയുന്ന ഏതൊരു പുണ്യ സ്ഥലം ഇവിടെയുണ്ട്? ഈ ഭൂമി ആദം മുഖാന്തരം ശപിക്കപ്പെട്ടതായതുകൊണ്ട്, മലിനതപ്പെട്ടതായതുകൊണ്ട് പാപം കഴുകിക്കളയാൻ ഒരു പുണ്യനദിയും ഇവിടെയില്ല. പാപം ഇറക്കി വെക്കാൻ കഴിയുന്ന ഒരു പുണ്യ
സ്ഥലവും ഇവിടെയില്ല. പാപത്തെ പരിഹരിച്ചു തരാൻ കഴിയുന്ന ഒരു പുണ്യാത്മാവും ഈ ലോകത്തിലില്ല. കാരണം മനുഷ്യരെല്ലാവരും പാപികളാണ്. എന്നാൽ ഇതാ ആകാശം ചായച്ചിറങ്ങി വന്ന് കർത്താവ് യേശു പറഞ്ഞു, നിങ്ങളിൽ ആര് എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും? യേശുവിൽ പാപമില്ലായിരുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല. പ്രിയമുള്ളവരെ, അവനിൽ വഞ്ചനയില്ലായിരുന്നു. പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ ഇതാ പാപികൾക്ക് വേണ്ടി പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറാനിടയായി. നമ്മുടെ പാപമാണ് ക്രിസ്തു ചുമക്കാനിടയായി തീർന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ട? പാപത്തിന്റെ ചുമട് നിങ്ങൾ ഇനി ചുമക്കാൻ ആവശ്യമില്ല. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ കർമ്മം ചെയ്യാൻ ആവശ്യമില്ല. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അത് പരിഹരിച്ചു തന്നിട്ടുണ്ട്. ക്രിസ്തു അത് നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് പരിഹാരം വരുത്തുവാനിടയായി. എബ്രായ ലേഖനത്തിൽ നാം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ എല്ലാവരെയും മോചിപ്പിക്കാനിടയായി. സ്തോത്രം! എത്ര മനോഹരമായ കാര്യം! പാപത്തിന്റെ അടിമത്വത്തിൽ കഴിഞ്ഞ, പിശാചിന്റെ അടിമകളായി കഴിഞ്ഞ സകല ജനതയെയും ക്രിസ്തു മോചിതനാക്കുന്നവനാണ്. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന ഒരു വ്യക്തി പോലും പാപമോചനം പ്രാപിക്കാതെ തിരിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു സത്യമൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ പാപത്തിന് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, പാപമോചനത്തിന് മറ്റ് മാർഗങ്ങളൊക്കെ ഉണ്ടെന്ന്. നാമധേയ വിഭാഗങ്ങളിലൊക്കെ ആളുകൾ ചിന്തിക്കുന്നത് സ്നാനപ്പെട്ടാൽ പാപമോചനം കിട്ടുമെന്നൊക്കെയാണ്. അതിങ്ങനെ പറയാറുണ്ട്, പാപമോചനത്തിന് മാമോദിസ ഒന്നു മാത്രമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ പാപമോചനത്തിനായി ഒരു സ്നാനവും ഒരു മാമോദിസയും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 43-ാമത്തെ വാക്യം എന്താ പറയുന്നത്? അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനമുണ്ട്. ഈ ബൈബിൾ പറയുന്നു, കർമ്മമാർഗത്താലല്ല, വിശ്വാസമാർഗത്താലാണ് പാപമോചനം. ശ്രദ്ധിക്കണമേ, കർമ്മമാർഗത്താലല്ല. മതങ്ങളും സമുദായങ്ങളും പ്രസ്ഥാനങ്ങളും കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്യൂ എന്ന് പറയുമ്പോൾ ക്രിസ്തു പറയുന്നു, ഞാൻ കർമ്മം ചെയ്ത് പൂർത്തിയാക്കി, ഞാൻ പരിഹാരം വരുത്തി, നീ വിശ്വസിക്കൂ. റോമാലേഖനം 5:1 വായിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. യോഹന്നാൻ 3:16 അവനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാം. യോഹന്നാൻ 1:12 അവർക്ക് ദൈവമക്കളാകാൻ കഴിയും. ഇവിടെയെല്ലാം വിശ്വാസത്താലാണ് പാപമോചനമെന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം ഓർപ്പിക്കുന്നു. സ്നേഹിത, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ താങ്കൾക്ക് പാപമോചനം കിട്ടിയിട്ടുണ്ടോ? താങ്കൾ ഇത് വിശ്വസിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു പാപത്തെ നീക്കി പാപപരിഹാരം വരുത്തി. എവിടെ? കാൽവരി ക്രൂശിൽ. നമ്മുടെ പാപം ചുമന്ന് ക്രൂശിൽ കയറി പാപപരിഹാരം വരുത്തി തീർത്തു. ഇനി നിങ്ങൾ പാപമോചനത്തിനായി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസത്തിന്റെ കരം നീട്ടി യേശുക്രിസ്തുവിനെ ഹൃദയാന്തർഭാഗത്തേക്ക് ക്ഷണിച്ചാൽ, അംഗീകരിച്ചാൽ നിങ്ങൾക്ക് ദൈവമക്കളാകാം, പാപപരിഹാരം ലഭിക്കും, ദൈവരാജ്യത്തിന്റെ അവകാശികളാകാൻ സാധിക്കും. ക്രൂശിന്റെ ഒന്നാമത്തെ സാധ്യത, പാപത്തിന് പരിഹാരം വരുത്തിയ സ്ഥലം, പാപമോചനം വരുത്തിയ സ്ഥലം. ആ ക്രിസ്തുവിൽ വിശ്വസിച്ച എനിക്ക് പാപമോചനമുണ്ടായി. ഈ ശബ്ദം കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ ക്രിസ്തുവിലൂടെ പാപമോചനം കിട്ടിയിട്ടുണ്ട്. സുഹൃത്തെ, നിങ്ങൾക്ക് പാപമോചനം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ പാപമോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മാന്യദേഹമാണോ? എങ്കിൽ ക്രൂശിങ്കിലേക്ക് വരിക, ക്രൂശിന്റെ ചുവട്ടിൽ വരിക, ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുക. രണ്ടാമത്തെ സാധ്യതയിലേക്ക് നമുക്ക് കടന്നു പോകാം. ക്രൂശിന്റെ രണ്ടാമത്തെ സാധ്യത, എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം. ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി.
താഴോട്ട് വായിക്കേണ്ടതാണെങ്കിലും ആ പ്രധാന ഭാഗം മാത്രം ഞാൻ അടർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. ക്രൂശിൽ ശത്രുത്വം ഇല്ലാതെയാക്കി. ക്രൂശിന്റെ സാധ്യതയിൽ നാം ആദ്യം കണ്ടുവല്ലോ, പാപത്തിന് പരിഹാരമുണ്ടാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് പൗലോസ് പറയുന്നു, ശത്രുത്വം ഇല്ലാതെയാക്കി. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, മനുഷ്യരെല്ലാവരും പാപികളാണ്. റോമാലേഖനം 3:23 അത് വെളിപ്പെടുത്തുന്നുണ്ട്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പാപം ചെയ്ത മനുഷ്യൻ എന്ത് ചെയ്തു? എന്ത് സംഭവിച്ചു? ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. നമുക്കറിയാം, ദൈവം അവിടെ വന്നു. ദൈവത്തിന്റെ കാലൊച്ച കേട്ട മനുഷ്യൻ മരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നു. ദൈവം അവനെ വെളിയിൽ കൊണ്ടുവന്നു. അവനൊരു ഉടുപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ആ ഏദനിൽ നിന്ന് ദൈവം അവനെ വെളിയിലാക്കി. ദൈവിക കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യൻ വെളിയിലാക്കപ്പെട്ടു. ദൈവിക സംസർഗത്തിൽ നിന്ന് മനുഷ്യൻ വെളിയിലാക്കപ്പെട്ടു. അർത്ഥാൽ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു വലിയ വിടവുണ്ടാകാനിടയായി, ഒരു ശത്രുത്വം ഉണ്ടാകാനിടയായി, ഒരു വലിയ അകൽച്ച ഉണ്ടാകാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, എപ്പോഴാണോ മനുഷ്യനിൽ പാപം കുടികൊണ്ടത്, അന്ന് മുതൽ ദൈവവും മനുഷ്യനും തമ്മിൽ അകന്നുപോയി. ഒരു വലിയ അകൽച്ചയുണ്ടായി. എന്തുകൊണ്ടാ മനുഷ്യൻ അകന്നുപോയത്? അതിന്റെ കാരണം പാപമെന്ന രണ്ടക്ഷരത്തിൽ നമുക്ക് കാണാം. പാപമാണ് മനുഷ്യനും ദൈവവും തമ്മിൽ അകന്നു പോകാൻ ഇടയായി തീർന്നത്. നിങ്ങൾക്ക് പരിചയത്തിനായി ഞാനൊരു വാക്യം പറയാം. യെശയ്യാ പ്രവചനം അതിന്റെ 59-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്ന ഒരു വാക്യമുണ്ട്. 1ഉം 2ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 1ഉം 2ഉം വാക്യം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഇനിയത്തെ വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. 2ാമത്തെ വാക്യം. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ മറയ്ക്കുമാറാക്കിയത്. എത്ര ശക്തമായ പ്രയോഗമാണ് ദീർഘവീക്ഷിയായ യെശയ്യാവ് പറയുന്നത്. എന്താ അവിടെ വായിച്ചത്? നിങ്ങളുടെ അകൃത്യം, നിങ്ങളുടെ പാപം, ഇതാണ് ദൈവം തന്റെ മുഖത്തെ മറയ്ക്കാനിടയാക്കിയത്. നിങ്ങളുടെ നിലവിളി കേൾക്കാതെ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെ ദൈവം മുഖത്തെ മറച്ചത്, ഭിന്നിപ്പുണ്ടാക്കിയത് പാപമാണ് എന്നുള്ളതാണ്. ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഇന്നും മനുഷ്യൻ മുഖാന്തരം ഉണ്ടാകുന്ന സകല ഭിന്നതകൾക്കും സകല പ്രശ്നത്തിനും കാരണം ഇത് തന്നെയാണ്. പാപമാണ് എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. നമ്മൾ പലപ്പോഴും മറ്റു പലരെയും നമ്മുടെ പ്രശ്നത്തിൽ രക്ഷപ്പെടാൻ നാം പഴിചാരാറുണ്ട്. അവൻ അങ്ങനെ പറഞ്ഞു, അവൾ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇദ്ദേഹം അങ്ങനെ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, പറഞ്ഞതൊക്കെ നാം പലപ്പോഴും മറ്റുള്ളവരെ പഴിചാരാറുണ്ട്. സ്നേഹിത, ഇവിടെ പഴിചാരേണ്ടത് മറ്റാരെയുമല്ല, നിന്റെ പാപം, നിന്റെ പാപം, താങ്കളുടെ പാപം, അതാണ് സകല പ്രശ്നത്തിനും കാരണം. അപ്പോൾ ദൈവം മുഖം മറച്ചു കളയുവാൻ കാരണം, ഭിന്നിപ്പിന് കാരണം മനുഷ്യന്റെ പാപമാണ്. അർത്ഥാൽ ശത്രുത്വമുണ്ടായി. ശത്രുത്വം. പ്രിയമുള്ളവരെ, ദൈവവും മനുഷ്യനും ശത്രുത്വമുണ്ടായി. ദൈവത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ദൈവം പരിശുദ്ധനാണ്, അശുദ്ധിയിൽ വസിക്കുന്നവനല്ല. ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ വൈദികരൊക്കെ കുർബാന സമയത്ത് ഇങ്ങനെ ചൊല്ലാറുണ്ടല്ലോ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. എത്ര വളരെ സത്യമാണ് അവർ പറയുന്നത്. ദൈവം പരിശുദ്ധൻ, ദൈവം മാത്രമാണ് പരിശുദ്ധൻ. ഒരു സത്യം ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അതൊന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധന്മാര് രണ്ടില്ല, ഒരേ ഒരു പരിശുദ്ധനേ ഉള്ളൂ. അതിന് വേദപുസ്തകത്തിൽ ഒരു വാക്യം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. വെളിപ്പാട് പുസ്തകം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. അടിവരയിട്ട് കുറിക്കേണ്ട വാക്യമാണ്, നീയല്ലോ ഏക പരിശുദ്ധൻ. എന്നെ ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളെ, ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. എത്ര പരിശുദ്ധന്മാർ നമുക്കുണ്ട്?
വേദപുസ്തകം എത്ര പരിശുദ്ധനെ കുറിച്ച് പറയുന്നു? ഒരേ ഒരു പരിശുദ്ധൻ, ഏക പരിശുദ്ധൻ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. ലോകത്തിൽ അനേക പരിശുദ്ധന്മാരിന്നുണ്ട്. ദിവസം പ്രതി, വർഷങ്ങൾ പ്രതി ഓരോ പരിശുദ്ധന്മാരും ഇവിടെ എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായ ഭാഷയിൽ പറയുന്നു, ഏക പരിശുദ്ധൻ യേശുക്രിസ്തുവാണ്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം പരിശുദ്ധനായതുകൊണ്ട് അശുദ്ധിയുമായി ദൈവത്തിന് ബന്ധപ്പെടാൻ കഴിയുകയില്ല. ശത്രുക്കളുമായി ദൈവത്തിന് ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം